ഇതൊന്നും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ലൊരു അയില മുളക് ഇട്ട് അങ്ങോട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി 3 അയില നല്ലൊരു വെട്ടിക്കഴുകി റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരയില 3 കഷ്ണങ്ങളാക്കി അങ്ങോട്ട് മുറിച്ച് റെഡിയാക്കിയിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് പെട്ടെന്നൊരു അയിലക്കറി അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം. അന്നേരം നമ്മുടെ അയില മീനിലേക്ക് ചേർക്കാനായിട്ട് 10 ചെറിയ ചുവന്നുള്ളി, 2-3 ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പറിനകത്തിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം ചോപ്പറിനകത്തിട്ടൊന്ന് അരിഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അന്നേരം മീനെല്ലാം നമ്മൾ മുറിച്ച് ചട്ടിക്കകത്താക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മീനിലേക്ക് ചേർക്കാനുള്ള പൊടി ഐറ്റങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, അല്പം മഞ്ഞപ്പൊടി, അല്പം ഉലുവാപ്പൊടി, ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ ചോപ്പറിനകത്തോട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ചേർക്കാം. അന്നേരം മീനിനകത്ത് കട്ടയായിട്ട് കിടക്കത്തില്ല. ഇനി നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീനിനെ വേകാനും അതുപോലെ തന്നെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, 4-5 കഷ്ണം ചെറിയ നാടൻ കുടംപുളി അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് തീ അങ്ങോട്ട് കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് അങ്ങോട്ട് വെക്കാം. അടച്ചു വെക്കുന്നതിന് മുമ്പേ അല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചങ്ങോട്ട് വെക്കാം. അടച്ചു വെച്ച് സാവധാനം ഇരുന്ന് അങ്ങോട്ട് വേകട്ടെ. അന്നേരം അയിലയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മണമൊക്കെ അങ്ങോട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് തുറന്നങ്ങോട്ട് നോക്കാം. നല്ലപോലെ വെട്ടി അങ്ങോട്ട് തിളയ്ക്കുന്നുണ്ട്. ചട്ടി ഒന്ന് കറക്കി കൊണ്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. അല്പം കൂടി ഇരുന്ന് അങ്ങോട്ട് പറ്റട്ടെ. ഉപ്പ്, പുളി, എരി എല്ലാം ഓക്കെയാണ്. അല്പം കൂടെ ഒന്ന് കുറിയെ കൊണ്ട് വരട്ടെ. എന്നിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അയില മുളക് ഇട്ടത് ഇവിടെ റെഡിയാവും. സിമ്പിളായിട്ട് തയ്യാറാക്കിയ നമ്മുടെ അയില മുളക് ഇട്ടത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ അങ്ങോട്ട് അടച്ചുകൊണ്ട് വെക്കാം. ഇനി നമ്മുടെ മീനൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മീനെല്ലാം ആവശ്യത്തിന് നിന്ന് കുറുകി റെഡി ആയിട്ടുണ്ട്. അവസാന ചേരുവയായിട്ട് ഇതിന്റെ കറിവേപ്പില, 1 സ്പൂണ് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ചട്ടി ഒന്ന് കറക്കി കൊണ്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് തണുക്കാൻ വേണ്ടി അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തണുത്തിട്ട് വേണം നമ്മുടെ അയലക്കറി കൂട്ടി അങ്ങോട്ട് ചോറ് അങ്ങോട്ട് കഴിക്കാം.